എപ്പിസോഡ് തുടക്കത്തിൽ കാണിക്കുന്നത് ബോന്തിതനാണ്. ബോന്തിത എല്ലാവരോടും കൂടി പറയാണ്, ഞാൻ ഒരിക്കലും ഇതൊന്നും ചെയ്തിട്ടില്ല, ഞാനല്ല ഈ സർട്ടിഫിക്കറ്റിൽ ഇങ്ങനെ ഒന്നും ആക്കിയത്, ഞാനിതൊന്നും ആക്കിയിട്ടില്ല, ഞാൻ ആ കിടക്കയിൽ കിടക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഇതൊന്നും ഞാനല്ല ചെയ്തത് എന്ന് അവളിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് അവൾ അനിരുദ്ധിനെ നോക്കി പറയാണ്, പത്തിബാബു എന്നെ വിശ്വസിക്ക്, സത്യമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവനോട് ഇങ്ങനെ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് അവളിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ത്രിലോചന ദേഷ്യം വന്നിട്ട് പറയാണ്, നിർത്തുന്നുണ്ടോ നീ ഇനി എത്ര കളവ് നീ ഇനി ഞങ്ങളോട് പറയും, നീ എത്രാമത്തെ കളവാ ഇപ്പം ഞങ്ങളോട് പറയണ് എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ വേലക്കാരിയില്ല കോയിലി എന്ന പേര്. അപ്പോൾ ആളോട് പറയാണ്, കോയിലി നീ പോയിട്ട് ഇവളെ വൃത്തിയാക്കുക, ഇവളുടെ ദേഹത്തുള്ള എല്ലാ അഴുക്കും കൊണ്ടുപോയി കളയും, ഇവളുടെ മൈൻഡിലുള്ള എല്ലാ അഴുക്കും കൊണ്ടുപോയി കളയുന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ വേലക്കാരി വന്നിട്ട് ബോന്തിതേനെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ ത്രിലോചന അനിരുദ്ധിനോട് പറയണം, നീ എന്ത് പെണ്ണിനെയാണ് ഇങ്ങോട്ട് കല്യാണം കഴിച്ചു കൊണ്ട് വന്നേക്കണത്, ഇവൾക്ക് ഒന്നും അറിയില്ല, പാചകം ചെയ്യാനും അറിയില്ല, ഒരു വസ്തു അറിയില്ല, ഈ വീട് മോശമാക്കുകയാണ് ചെയ്യുന്നത്, വൃത്തികേടാക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അവൾക്ക് ഒരു കാര്യം മാത്രം അറിയാം, നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ഇങ്ങനെ തർക്കുത്തരം പറയാറിയാം, നന്നായി വർത്താനം പറയാറിയാം, അത് മാത്രമേ അവളെ കൊണ്ട് പറ്റുള്ളൂ, അല്ലാണ്ട് ഒരു കുടുംബജീവിതം കൊണ്ട് നടക്കാനൊന്നും അവൾക്കറിയില്ല. അവളിങ്ങനെ വൃത്തികെട്ട കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അവൾക്ക് ഈ വീട്ടിൽ നിൽക്കാനുള്ള അധികാരം ഉണ്ടാന്നിങ്ങനെ അനിരുദ്ധിനോട് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ത്രിലോചന ഇങ്ങനെ പറയാണ്, അവളിനെ ഈ വീട്ടിൽ നിന്ന് വേഗം അവളുടെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടു ആക്കുകയാണ് നല്ലത് എന്നിങ്ങനെ പറയുന്നത്. അപ്പം ഇത് കേട്ടിട്ട് സൗദാമിനിയൊക്കെ ഇങ്ങനെ നിന്ന് ചിരിക്കുന്നുണ്ട്. അനിരുദ്ധാണെങ്കിൽ ഇങ്ങനെ എന്താ പറയുക, നമ്മൾ വോമിറ്റ് ചെയ്യാൻ വന്നിട്ട് അവനിങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് ത്രിലോചന ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അനിരുദ്ധ് മുഖം പൊത്തിയിട്ട് വോമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അപ്പുറത്തേക്ക് ഓടുന്നുണ്ട്. അപ്പം അനിരുദ്ധിൻ്റെ അച്ഛൻ ചിരിച്ചിട്ട് ഇങ്ങനെ സൗദാമിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. പിന്നെ ബോന്തിതനെ കാണിക്കുകയാണ്. ബോന്തിത ഇങ്ങനെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുങ്ങി വരികയാണ്. എന്നിട്ട് അവളിങ്ങനെ എന്ന് പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവിൻ്റെ അച്ഛനൊക്കെ ഭയങ്കര സാധനങ്ങളാണ്, ഇപ്പം ഇതിൻ്റെ ഇടയിൽ നിന്ന് എൻ്റെ അമ്മയുടെ അടുത്തേക്ക് ഞാൻ വരാൻ പോയില്ല, എൻ്റെ അമ്മേനെ ഞാൻ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ അവളിങ്ങനെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാക്കിൽ കോയിലി അവളുടെ സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു കെട്ടാക്കിയിട്ട് ഇങ്ങനെ ബാക്കിൽ വരുന്നുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും ഇങ്ങനെ വണ്ടിയുടെ അടുത്തേക്ക് പോവാണ് അവൾക്ക് പോകാൻ വേണ്ടിയിട്ട്. പോകുന്ന വഴിക്ക് നമ്മുടെ ബോന്തിത പറയുന്നുണ്ട്, അതെ പോകുമ്പോൾ ആ രസഗുളയുടെ പാത്രം എടുത്ത് തരാൻ വേണ്ടിയിട്ട് മറക്കരുത്, അതെന്തായാലും അതിൽ വേണമെന്ന് ഉറപ്പ് വരുത്തണം എന്ന് അവളിങ്ങനെ കോയിലിയോട് ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ അനിരുദ്ധിനെ സൗദാമിനെ കാണിക്കുന്നത്. സൗദാമിനി അനിരുദ്ധിനോട് പറയണം, നിനക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ആ സർട്ടിഫിക്കറ്റ് എന്ന് എനിക്കറിയാം, ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോൾ അനിരുദ്ധ അവളോട് ചോദിക്കുകയാണ്, ഞാൻ ബോന്തിതേൻ്റെ ജീവൻ രക്ഷിച്ചിട്ട് അവളുടെ കല്യാണം കഴിച്ചതും അവളുടെ ഉത്തരവാദിത്തമൊക്കെ ഏറ്റെടുത്തതും തെറ്റായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ മിനിന്ന് ഇങ്ങനെ ചോദിച്ചിട്ട് അവൻ ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ സൗദാമിനി ഇങ്ങനെ ചിരിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അതൊരിക്കലും തെറ്റല്ല, നീ എപ്പോഴും ജയിച്ചിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ, പക്ഷേ ഇതിൽ മാത്രം നിനക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, അത് നിൻ്റെ കഴിവ് കേടോണ്ടല്ല, ബോന്തിതക്ക് ഇപ്പോൾ അവളുടെ അമ്മയാണ് ഏറ്റവും അത്യാവശ്യമുള്ളത്, അപ്പോൾ അവളെ വീട്ടിലേക്ക് അയക്കുകയാണ് നല്ലത്, അപ്പോൾ നമ്മളെ വീട്ടുകാർക്കും അതാണ് സന്തോഷം, ത്രിലോചനും നിൻ്റെ അച്ഛനൊക്കെ അതല്ലേ സന്തോഷം, അപ്പോൾ അവരുടെ സന്തോഷമല്ലേ നമുക്ക് വലുത്, അപ്പോൾ അതല്ലേ നോക്കണ്ട്, ബോന്തിത വീട്ടിലേക്ക് പോവുകയാണ് നല്ലത് എന്നിങ്ങനെ സൗദാമിനി ഇങ്ങനെ അനിരുദ്ധിനോട് ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ബോന്തിതേനെയും ആ കോയിലിനെയും പിന്നെ ത്രിലോചനൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ബോന്തിത കോയിലിയോട് ഇങ്ങനെ സ്വകാര്യമായിട്ട് പറയാണ്, അതെ ഞാൻ രസഗുള കൊണ്ടുപോകുന്നത് ആരും അറിയണ്ടാട്ടാന്നിങ്ങനെ അവളിങ്ങനെ കോയിലിയുടെ വീട്ടിലിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ കോയിലി അതിനെ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ത്രിലോചന കോയിലോട് പറയാണ്, കോയിലി ഇതാരും അറിയരുത്, നമ്മളുടെ വീട്ടിൽ നിന്ന് ഈ ന്യൂസ് ഒന്നും പുറത്തേക്ക് പോകാൻ പാടില്ല, ബോന്തിതയുടെ വിവരം ആരും അറിയാൻ പാടില്ല, അവൾക്ക് അവളുടെ അമ്മേനെ കാണാൻ തോന്നിയിട്ടാണ് അവളുടെ വീട്ടിലേക്ക് പോയത് എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ, അല്ലാതെ അവൾ മൂത്രമൊഴിച്ച് വെക്കണ കാര്യമൊന്നും ആരും അറിയാൻ പാടില്ല പുറത്തുള്ളതെന്നിങ്ങനെ ത്രിലോചന പറയുന്നുണ്ട്. ത്രിലോചന ബോന്തിതയോട് പറയാണ്, നിൻ്റെ അമ്മോട് നിനക്ക് പഠിപ്പിച്ച് തരാൻ പറയും, ഭർത്താവിൻ്റെ വീട്ടിൽ എങ്ങനെ നിൽക്കേണ്ടത് എന്നൊക്കെ അമ്മോട് പഠിപ്പിച്ച് തരാൻ പറയുമെന്ന് പറയുമ്പോൾ ബോന്തിത പറയാണ്, അയ്യോ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഈ ചെയ്തതിനൊക്കെ എനിക്ക് മാപ്പ് തരണം അങ്ങനെ പറയുമ്പോൾ ത്രിലോചന ഇങ്ങനെ തല ഇങ്ങനെ കുലുക്കുന്നുണ്ട്. അങ്ങനെ ബോന്തിത വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങാണ് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ കോയിലി അവളോട് ചോദിക്കുകയാണ്, മോളെ നിനക്ക് വീട്ടിലേക്ക് പോകുമ്പോൾ സങ്കടമൊന്നുമില്ല എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ബോന്തിത പറയാണ്, കുരുവിയുടെ വീട്ടിലേക്ക് പോകാൻ ഇങ്ങനെ ആക്കുമ്പോൾ ആൾക്ക് വിഷമം ഉണ്ടാവും ഇല്ലല്ലോ, അതേപോലെ നമ്മൾ മീനിനെ വെള്ളത്തിട്ട മീനിന് വിഷമം ഉണ്ടാവുമോ ഇല്ലല്ലോ, അപ്പോൾ അതേപോലെ തന്നെയാണ് എനിക്ക് എൻ്റെ അമ്മേനെ കാണുക വേണ്ടുള്ളൂ, എനിക്ക് അമ്മയുടെ അടുത്ത് നിൽക്കാൻ വേണ്ടല്ലോ, ഒക്കെ അമ്മേനെ എടുത്ത് നിന്നാൽ ഭയങ്കര സന്തോഷമാണ്, അല്ലാണ്ട് വിഷമമൊന്നും എനിക്കില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. സൗദാമിനിയാണ് കാണിക്കുന്നത്. സൗദാമിനി ഇങ്ങനെ അനിരുദ്ധിനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് പറയാണ്, നീയെ ബോന്തിതേനെ അവളുടെ വീട്ടിലേക്ക് വിടുക, അതാണ് നിനക്കും നല്ലത്, അതും ബോന്തിതക്കും നല്ലത്, നിൻ്റെ ലൈഫിനും അത് തന്നെയാണ് നല്ലത്, ബോന്തിത ഞാൻ അവിടെ പോയിട്ട് എല്ലാം മാറിയിട്ടല്ലേ, അപ്പം നമുക്ക് ഒരു തീരുമാനം എടുക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അവൾക്ക് ബോന്തിതേനെ ഒന്ന് വീട്ടിൽ നിന്ന് പുറത്താക്കി കിട്ടിയാൽ മതി എന്നുള്ളൊരു മൈൻഡാണ്. അപ്പോൾ അനിരുദ്ധ അവൻ കൊടുത്ത വാക്കും അന്ന് കല്യാണത്തിന് അവൻ എല്ലാ നാട്ടുകാരോടും കൊടുത്ത വാക്കൊക്കെ ഇങ്ങനെയെന്ന് ആലോചിക്കുന്നുണ്ട്. പിന്നെ അവന് ആ ഇംഗ്ലീഷുകാരോട് തല്ലുണ്ടാക്കിയിട്ട് അവർ പറഞ്ഞില്ലേ നമ്മളുടെ ഇന്ത്യ ഒരു പൊട്ട രാജ്യമാണ്, സ്ത്രീകൾക്ക് ഒരു സ്ഥാനം കൊടുക്കുന്നില്ല എന്നൊക്കെ അങ്ങനെ പറഞ്ഞതൊക്കെ അവനിങ്ങനെ നിന്ന് ആലോചിക്കുന്നുണ്ട്.
പിന്നെ ആ സൗദാമിനെ കെട്ടിപ്പിടിച്ച ആ കൈയെടുത്ത് മാറ്റുകയാണ്. എന്നിട്ട് ആ ബാൽക്കണിയിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ ഉണ്ടാവും ബോന്തിത്ത് ഇങ്ങനെ വണ്ടിയിൽ കയറിയിട്ട് പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അവന് അവിടുന്ന് ഓടിയിട്ട് അവളുടെ വണ്ടിയുടെ അടുത്തേക്ക് പോവുകയാണ്. പിന്നെ സമ്പൂർണ്ണയാണ് കാണിക്കുന്നത്. അപ്പോൾ സമ്പൂർണ്ണ അങ്ങനെ ഇവിടെ ഇരിക്കുമ്പോൾ സൗരഭ് വരികയാണ്. അപ്പോൾ ജനലിൻ്റെ അവിടെ നിന്ന് അവർ രണ്ടാളും ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ സമ്പൂർണ്ണ ഇങ്ങനെ സൗരഭിനോട് ചോദിക്കുകയാണ് അനിരുദ്ധിൻ്റെ കണ്ട അനിരുദ്ധ എന്തെങ്കിലും പറഞ്ഞാന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ സൗരഭ് പറയാണ് നിനക്ക് എന്തെങ്കിലും അന്നത്തെ പോലെ കംപ്ലയിൻറ്റ് ചെയ്യണമെങ്കിൽ നേരിട്ട് പോയി പറഞ്ഞാൽ പറയും, എന്തിനാ എന്നോട് ഇങ്ങനെ ചോദിക്കണമെന്ന് ഇങ്ങനെ നല്ല ദേഷ്യത്തിൽ പറയുന്നുണ്ട്. അവൾ പറയാണ് അല്ല ഞാൻ അതുകൊണ്ടല്ല അങ്ങനെ ചോദിച്ചത്, എൻ്റെ ബോന്തിത്ത് ഇന്ന് പുഴയ്ക്ക് കുളിക്കാൻ വേണ്ടി വന്നിട്ടില്ല, അപ്പോൾ അതിനെപ്പറ്റി എന്തെങ്കിലും വിവരം അനിരുദ്ധ് പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ ചോദിച്ചതെന്ന് അവളിങ്ങനെ പറയുമ്പോൾ അവനിങ്ങനെ പറയാണ് നിനക്ക് എന്നെ ഇഷ്ടമായിട്ടില്ല അല്ലേ, നിനക്ക് ഈ കല്യാണം താല്പര്യമില്ല അങ്ങനെ ഉള്ള രീതിയിൽ അവങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവൾ അതല്ല എന്ന് പറയാൻ വരുമ്പോഴേക്കും അവൻ്റെ അമ്മ അവിടുന്ന് വിളിക്കുകയാണ്. അപ്പോൾ അവനിങ്ങനെ ആലോചിക്കുന്നുണ്ട് ഇവൾക്ക് ഇഷ്ടമായിട്ടില്ല എന്നെ എന്നിങ്ങനെ അവനും ഇങ്ങനെ നിന്ന് ആലോചിക്കുന്നുണ്ട്. പിന്നെ ബോന്തിത്ത് എങ്ങനെ ആ വണ്ടിയിൽ ഇങ്ങനെ കയറിയിരിക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവളിങ്ങനെ ചിരിച്ചിട്ട് എൻ്റെ അമ്മയുടെ അടുത്തൊക്കെ ഞാൻ പോവാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ അനിരുദ്ധ അവിടേക്ക് ഓടി വരുന്നത്. എന്നിട്ട് ആ അനിരുദ്ധ അവളോട് പറയാണ് നീ എങ്ങോട്ടും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവളുടെ ആ സഞ്ചിയിലെ സാധനങ്ങളൊക്കെ ആക്കിയിട്ടുള്ള ആ കെട്ട് അവൻ എടുക്കുകയാണ്. അപ്പോൾ കോയിലി ബോന്തിത്തേനെ ആ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ ഇറക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ സൗദാമിനി അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ സൗദാമിനി ഇത് കണ്ടിട്ട് ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ അനിരുദ്ധ് ബോന്തിത്തേനെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോവാണ്. അപ്പോൾ അങ്ങനെ ത്രിലോചന് ഇത് കണ്ടപ്പോൾ ത്രിലോചൻ പറയാണ് നീ എന്താ അനിരുദ്ധ ഈ ചെയ്യുന്നത്, അവൾ വീട്ടിലേക്ക് പൊക്കോട്ടെ, അവളുടെ അമ്മയുടെ അടുത്തേക്ക് പോയിട്ട് ഇതൊക്കെ ശരിയായിട്ട് അവളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം, ഇതൊക്കെ ശരിയായാലും അവളെ ഇവിടെ കയറ്റാൻ പറ്റുള്ളൂ, ഇവിടെ ശുദ്ധി ഉണ്ടായാലേ കയറാൻ പറ്റുള്ളൂ, ഇവിടെ അമ്പലമൊക്കെ ഉള്ളതല്ലേ എന്നൊക്കെ അനിരുദ്ധിനോട് ഇങ്ങനെ പറയുന്നുണ്ട്. ത്രിലോചൻ പറയാണ് ഇത് അവളുടെ അമ്മയ്ക്ക് മാത്രം മാറ്റാൻ പറ്റുള്ളൂ, അല്ലാണ്ട് നീയോ ഞാനോ വിചാരിച്ചാലൊന്നും ഇതൊന്നും മാറ്റാൻ പറ്റില്ല എന്നിങ്ങനെ പറയുമ്പോൾ അനിരുദ്ധ അപ്പം തന്നെ പറയാണ് എന്തുകൊണ്ട് നമുക്ക് പറ്റില്ല, ഞാൻ എന്നെ ഇത് മാറ്റണം, കാരണം അവളുടെ ഉത്തരവാദിത്തം ഞാനാണ് ഏറ്റെടുത്ത് നൽകുന്നത്, അതുകൊണ്ട് അവളൊരു തെറ്റ് ചെയ്താൽ ഞാൻ അവളെ വീട്ടിൽ കൊണ്ടാക്കണേ, അതൊന്നും എനിക്ക് പറ്റില്ല എന്ന് അവനിങ്ങനെ ഉറച്ച തീരുമാനത്തിൽ ഇങ്ങനെ അനിരുദ്ധ് പറയുന്നുണ്ട്. ത്രിലോചൻ വീണ്ടും പറയുന്നുണ്ട് ഇവിടെ അമ്പലമൊക്കെ ഉള്ളതല്ല, അപ്പോൾ അവൾ അശുദ്ധിയെ ഇവിടെ എങ്ങനെ കയറ്റുക എന്ന് പറയുമ്പോൾ അനിരുദ്ധ് പറയാണ് അപ്പോൾ ഇത് ബട്ടൂക്കാണ് ചെയ്തത് വെച്ചാൽ നിങ്ങൾ എന്താ ചെയ്യുക, അവനെ വീട്ടിൻ്റെ പുറത്താക്കിയിട്ട് നീ ഇതൊക്കെ മാറിയതിന് ശേഷം മാത്രം നീ ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് അവനോട് പറയുമെന്നിങ്ങനെ അവനെടുത്ത് വയ്ക്കി ഇങ്ങനെ ചോദിക്കുകയാണ് അവരെല്ലാവരോടും. അപ്പോൾ ത്രിലോചൻ നല്ല ദേഷ്യപ്പെട്ടിട്ട് അവനോട് പറയാണ് നീ കാലിൻ്റെ ചെരുപ്പിനെയും പിന്നെ തലയത്തെ തൊപ്പീനെയും കൂടി കമ്പയർ ചെയ്യണമെന്നിങ്ങനെ എന്താണ് രണ്ടും കൂടി താരതമ്യം ചെയ്യണമെന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അനിരുദ്ധ് പറയാണ് ആരാ കാലത്തെ ചെരുപ്പ്, ബോന്തിത്ത് ഒരിക്കലും കാലത്തെ ചെരുപ്പാവില്ല, അവളൊരു മനുഷ്യനാണ്, ആ ഒരു പരിഗണനയെങ്കിലും നമ്മൾ കൊടുക്കണം എന്നിങ്ങനെ അനിരുദ്ധ് ഇങ്ങനെ പറയുന്നുണ്ട്. ബോന്തിത്ത് അവരോടെല്ലാവരോടും പറയാണ് നിങ്ങൾ എന്തിനങ്ങനെ തല്ലുകൂടണം, എൻ്റെ വാക്കെങ്കിലും നിങ്ങൾ കേട്ടുകൂടെ, എനിക്ക് എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോയാൽ മതി, എനിക്കല്ലേ ഇതിൻ്റെ നാണക്കേട്, ഞാനല്ലേ ഇങ്ങനെ ചെയ്താൽ എനിക്കല്ലേ എല്ലാ നാണക്കേടും ഉണ്ടാവുക, അപ്പോൾ എനിക്ക് എൻ്റെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടാക്കിയാൽ തന്നാൽ മതി എന്നിങ്ങനെ അനിരുദ്ധിനോട് അവൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് സൗദാമിൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇപ്പോഴാണ് ബോന്തിത്ത് നീ നല്ല കാര്യം പറഞ്ഞത്, നീ വീട്ടിലേക്ക് പോകുക തന്നെ നല്ലത് എന്നിങ്ങനെ അവളിങ്ങനെ നിന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതോടുകൂടിയാണ് 34ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി തുടർന്നുള്ള എപ്പിസോഡ്സ് ലഭിക്കുവാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.